ഹലോ ഗീസ് പത്തന്മാർ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് വീട്ടിലെത്തുമ്പോൾ ആദർശിൻ്റെ പ്രതിബിംബം ഇങ്ങനെ പറയുകയാണ് കേട്ടോ, നീ ഒരു ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒന്നും അവൾക്ക് ചെയ്തു കൊടുത്തിട്ടില്ല, എന്നിട്ട് ഇപ്പോൾ അവൾ പോയപ്പോൾ ഇരുന്ന് സങ്കടപ്പെടുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്ന് ആദർശ് പ്രതിബിംബത്തോട് പറയാം, നീ ഒന്ന് പോയടാ എന്ന് പറയുന്ന സമയത്ത് ദേവയാനി മുറിയിലോട്ട് കയറി വരുവാണ് കേട്ടോ. ഇത് കണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പിച്ചുമ്പയും പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് ഞാൻ നയന ഇവിടെ ഉണ്ടെന്നോർത്ത് അവളോട് ദേഷ്യപ്പെടുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയണോ, ഓ നീ അവൾ ഇല്ലാത്തപ്പോഴും അവളോട്ട് ദേഷ്യപ്പെടുമോ? എന്നിട്ട് ഇങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ, ഞാൻ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കൂടെ നാണക്കേടും പണിയെടുത്തും മടുത്തു, ഇവനോട് എങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് നൈസായിട്ട് ചോദിക്കുവാണ് കേട്ടോ. അല്ല നീ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വല്ലതും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറയുന്നത്, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാനോ, ഞാനെങ്ങും പോവുകയില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യുകയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ആദർശം പറയുന്നുണ്ട്, പക്ഷേ എന്നാലും മുത്തശ്ശിക്കും അവളില്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഓർക്കുമ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, അത് ഞാൻ അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്കും അതേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ അവൾ ഭയങ്കര ഒരു അഹങ്കാരിയാന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ ദേവേനെ. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അത് കറക്റ്റാണ്, അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, അല്ലെ പിന്നെ അവരോട് ഇങ്ങ് വന്നാൽ മതിയായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഞാൻ ചെന്ന് വിളിക്കാഞ്ഞിട്ടായിരിക്കും അവൾ വരാത്തതെന്നൊക്കെ ദേവേനോട് പറയുന്നുണ്ട്. അപ്പം ദേവേൻ പറയാം, നീ എന്തായാലും ചെന്ന് വിളിക്കുമൊന്നും വേണ്ട, വരുന്നുണ്ടോ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ മുറിയിരുന്ന് ചിന്തിക്കുകയാണ്, അവിടെ ഇല്ലാത്ത ഒരു ദിവസം പോലും എനിക്കിപ്പോൾ പറ്റത്തില്ല എന്നായി, ഞാൻ എന്തോ ചെയ്യും, ഇനിയിപ്പം അമ്മയെ എതിർത്ത് പോയി വിളിക്കാനും പറ്റത്തില്ല, എന്ത് പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ആദർശ് കൂടെ വീർപ്പ് മുട്ടി ആ മുറിയിൽ നിൽക്കുവാണ് കേട്ടോ. പുള്ളിക്ക് നയനേനെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ നാണക്കേടാവും ഓർത്ത് ഇങ്ങനെ ദേവയാനിയുടെ മുമ്പിലും പറയുകയാണ്. ദേവയാനിയും തിരിച്ച് വിളിപ്പിച്ച് കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്നോർത്ത് ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ, നീ വിളിക്കേണ്ടതെന്ന്, പക്ഷെ മനസ്സിൽ എല്ലാവർക്കും വിളിക്കണം എന്നാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. നന്ദു റൂമിൽ ഭയങ്കര അപ്സെറ്റായിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ നയന മുറിയിൽ തുണി മടക്കി വെക്കാൻ വരുമ്പോൾ ചോദിക്കും, നിനക്ക് എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു കോൾ വരുവാണ് കേട്ടോ, അനിത എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നയന ചോദിക്കുന്നുണ്ട്, ഇത് അനിതയായിരിക്കും, ആ കോൾ വന്നുകൊണ്ടാണോ നീ കട്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഫ്രണ്ട്സ് വിളിച്ചാൽ പുറത്ത് പോകാൻ ഞാൻ പോണില്ല ചേച്ചി, ആകെ ഒരു മടുപ്പ് എന്ന് പറഞ്ഞ് നന്ദു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങാൻ നേരത്ത് നയന് പറയുന്നുണ്ട്, ഞാൻ കല്യാണിനെയും കിരണിനെയും വിളിച്ച് ഒരു സൈക്കാട്രിസ്റ്റിനെ നിന്നെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടോ അതൊന്നും വേണ്ട ചേച്ചി. അപ്പോഴേക്കും നയന് പറയുന്നുണ്ട്, മോളെ നീ ഒരുപാട് ഡിപ്രഷനിലോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എൻ്റെ വിഷമത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം, അനിയുടെ കല്യാണം ഒന്ന് കഴിയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നയനെ പെട്ടെന്ന് ചോദിക്കുന്നത്, അനിയുടെ കല്യാണം കഴിട്ടുന്നോ, അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ, പരിപാടിയൊക്കെ കഴിയുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നയനയും പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നത്, പണ്ട് ഈ വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ആണെങ്കിലും എനിക്കറിയില്ല ആദർശേട്ടനെ കൂട്ടാൻ വരുമോയെന്ന്, പറ്റുമെങ്കിൽ മോളെ നമുക്ക് പറ്റിയ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോൾ നന്ദുവിന് കൂടുതൽ വിഷമമാവാണ്, ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. എന്നിട്ട് നന്ദു നയനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഭയങ്കര വിഷമമാണോ, ഒന്ന് ആദർശേട്ടൻ വരില്ലേ എന്ന് ചോദിക്കാൻ പറയും. ആദർശേട്ടൻ എന്നോട് സ്നേഹം കൊണ്ടേ വരും, അല്ലാണ്ട് ഞാനെന്ത് പറയാനാ, എനിക്കറിയത്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. കഴിഞ്ഞ് നയന അവിടെ നിന്ന് പോവാണ്. നന്ദു അവിടെ നിന്ന് നയനയുടെ കാര്യം ആലോചിച്ചും നയന പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചും കൂടെ വിഷമിച്ച് മുറി നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന രാത്രിയിൽ അനന്തപുരിയിൽ ആദർശ് കിടന്നുറങ്ങാൻ നേരത്ത് ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടാണ് കേട്ടോ. നയനെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുവാണ്. കഴിഞ്ഞ് കൂടെ ലൈറ്റൊക്കെ ഇട്ട് വെപ്രാളപ്പെട്ട് മുറിയിലിരിക്കുവാണ് കേട്ടോ. ഇതേ സമയത്ത് ആദർശ് നയനാന്ന് വിളിച്ച് സ്വപ്നം കണ്ട് എഴുന്നേക്കുന്നതായിട്ട് കാണും കേട്ടോ. നയന കൂടെ പേടിച്ചു പോവാണ്. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കിയിട്ട് രാത്രി ആയല്ലോ, ഇനി ഈ സമയത്ത് വിളിച്ചാലോ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് പയ്യെ റൂമിൻ്റെ വാതിലടച്ച നന്ദുവിൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കറക്റ്റ് ആദർശ് വിളിക്കുകയാണ് കേട്ടോ. അപ്പം നയന മനസ്സിൽ പറയുന്നുണ്ട്, മനപ്പൊരുത്തം ഇല്ലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്തോ കാര്യമുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഫോൺ എടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വില പോവും, ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തിരിക്കും. എന്താ ആരാ ഈ പാതിരാത്രിയിൽ ചോദിക്കും, പറയും നിനക്ക് എൻ്റെ ഫോൺ നമ്പർ അറിയത്തില്ലെന്ന് ആദർശ് ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ പറയുമോ ആദർശാണായിരുന്നോ ഈ രാത്രിയിൽ എന്താ വിളിച്ചേ, ഉറങ്ങുന്ന സമയത്തെന്ന് പറയുമ്പോൾ നീ ഉറങ്ങിയായിരുന്നോ, ഇന്നലെ ഈ സമയത്തല്ലേ നീ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്, അതുകൊണ്ട് വിളിച്ചതെന്ന് പറയും. ഞാൻ ഉറങ്ങിയായിരുന്നു, കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറയും. ഒന്നുമില്ല, നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് മുത്തശ്ശിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നവർ വന്നപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, അവരെന്നോട് അങ്ങനെയല്ലോ പറഞ്ഞത്, എത്ര ദിവസം വേണേലും ഇവിടെ നിന്നോളാനാണല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതിപ്പോൾ നിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ പറയാത്തതായിരിക്കും എന്ന് പറയുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയൻ പറയുന്നുണ്ട്, ഞാനവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലോ, എനിക്ക് അഹങ്കാരം എന്നല്ലേ നിങ്ങൾ പറയുന്നത്, വീട്ടിൽ പണി മുഴുവൻ എടുക്കുകയും വേണം,
എന്നിട്ട് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് അമ്മായിയമ്മയുടെ അടുത്ത് ഒരിറ്റ സ്നേഹം പോലും എനിക്ക് കിട്ടാറുമില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയും അതിപ്പോൾ ഞാൻ വെറുതെ പറയുന്നല്ലോ, നിനക്ക് അഹങ്കാരം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ദേഷ്യം വരുവാണ്. അങ്ങനെ പറയും അന്ന് ഞാനങ്ങ് വരുന്നില്ല, അഹങ്കാരം ഉള്ളവർ ഇനിയിപ്പോൾ ആരും ബുദ്ധിമുട്ടി സഹിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആദർശം ഞെട്ടിയിട്ട് പറയുകയാണ് അല്ല എനിക്ക് വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയില്ല, പക്ഷെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം ഓർത്തിട്ടാന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുകയാണേ എന്തോ മുത്തശ്ശനും മുത്തശ്ശിക്കും സംശയമുണ്ട്, നിങ്ങളെക്കാളും അവർക്ക് എന്നെ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടായിരിക്കും അവർക്ക് സംശയം തോന്നിയോണ്ടായിരിക്കും ചേരുവയല്ലെങ്കിൽ ചേരാത്തത് ചേർക്കാൻ വേണ്ടി പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പോയെന്ന് പറയുവാണ് കേട്ടോ നയന. എന്നിട്ട് നയന ഫോൺ കട്ട് ചെയ്യണം. അപ്പോഴേക്കും ആദർശ് ഫോൺ കട്ട് ചെയ്തോ, അവർക്കും മനസ്സിലായോ, ഇനിയിപ്പോൾ അവൾ വരാതിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നത്, അവളില്ലാണ്ട് ഒരു ദിവസം കൂടെ എനിക്ക് തള്ളി നീക്കാൻ വേണ്ടി പറ്റത്തില്ലാത്ത അവസ്ഥയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും പ്രതിബിംബം വരുവാണ് കേട്ടോ. പ്രതിബിംബം വന്നിട്ട് പറയുന്നത് നിനക്കൊരു നാണവും ഇല്ല ഒരന്തസ്സും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ എന്ന് പ്രതിബിംബം ആദർശനോട് പറയുമ്പോൾ ആദർശന് ദേഷ്യവും സങ്കടമൊക്കെ വന്ന് ആദർശ് പോയി കിടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നയന മുറ്റത്തിരുന്ന് കോലം ഇടുവാണ്. ആ സമയത്ത് ആദർശ് അവിടെ വന്ന് ഇറങ്ങുവാണ് കേട്ടോ. ആദർശ് നയനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം നയന ചോദിക്കും എന്താ ഈ വഴിക്കെന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശനും ഇവളില്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളിവിടെ നിൽക്കട്ടെ എന്ന് അവരും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ആദർശ് പറയണം എന്നാലും എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നയന പറയണേ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കയറിയിടയ്ക്ക് കാപ്പ പിടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആദർശ് പറയണേ വേണ്ട ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും നയന പറയാം എന്നാൽ പിന്നെ എന്താ നോക്കി വയ്ക്കുന്നത് പോകാൻ പാടില്ലെന്ന് ചോദിക്കും. ആ സമയത്ത് ഗോവിന്ദൻ പറയണേ മോളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ആദർശ് വന്നേ, അപ്പോൾ ഇങ്ങനെ പറയാമോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ആദർശനും ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്, നയനയ്ക്കും ചിരി വരുന്നുണ്ട്, ഗോവിന്ദൻ ചിരിച്ചോണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും പിന്നെ അന്യ വീട്ടിൽ വന്ന പോലെ നിന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട അച്ഛാ, സ്വന്തം വീട് പോലെ കണക്കാക്കേണ്ട വീടല്ലേ എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഇനിയിപ്പോൾ വരാതിരുന്നാലോ എന്നോർത്ത് പറയും ഇനിയിപ്പോൾ ഞാൻ വന്നില്ല എന്നോർത്ത് പ്രശ്നമൊന്നും ആവണ്ട വരാം എന്ന് പറയുമ്പോഴേക്കും നയന പറയും ഞാൻ പോയി 2 ദോശ പെട്ടെന്ന് ചുട്ടിട്ട് വരാമെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നയന വന്ന് നന്ദുവിനെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് ഒരു ആദർശേട്ടൻ വന്നു എന്ന് പറയുമ്പോഴേക്കും നന്ദു ചോദിക്കുവാണ് ഏച്ചിയല്ലേ പറഞ്ഞേ ആദർശേട്ടൻ വരുമെന്ന്. അപ്പോഴേക്കും നന്ദുവിനോട് നയന പറയും കേട്ടോ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നന്ദുവിന് സന്തോഷമാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് ഇവളുടെ കൈപ്പുണ്യം ഇവളെ രക്ഷിച്ചത്, അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവളുടെ ഫുഡില്ലാണ്ട് തീരെ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ് നിങ്ങൾ ആരോടും പറയണ്ട, മുത്തശ്ശി ആരും കാണാതെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് അതിനെ എങ്ങനെയും കൂട്ടിക്കൊണ്ട് വരണം, അത് പുറത്ത് പറയരുന്ന എന്നെ കൊണ്ട് പ്രത്യേകം പ്രോമിസ് ചെയ്യിപ്പിച്ചതാന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ചെറുതായിട്ട് ചിരി വരുവാണ് കേട്ടോ. ആദർശിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ആദർശ് വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും പറയും ഇവളവിടെ ഉള്ളത് ഒരു വെളിച്ചമായിട്ട് അവർക്കൊക്കെ തോന്നണേന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയും ചേച്ചി അവിടെ ഉള്ളപ്പോൾ മാത്രമല്ല ഇവിടെ ഉള്ളപ്പോഴും ചേച്ചി വെളിച്ചമായിരുന്നു, ചേച്ചി എല്ലാത്തിനും മുന്നിലായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് നേരെ മോളിവിടെ ഉണ്ടായിരുന്നപ്പോൾ മോളിൽ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം എന്ന് പറയുമ്പോഴേക്കും ആദർശം മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ഇവർ പറയുന്ന സത്യമാണ്, എന്ത് മുടിഞ്ഞ ടേസ്റ്റ് അവൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഈ ചമ്മന്തിക്കാണെങ്കിൽ എന്ത് ടേസ്റ്റ് ആണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നയന പറയും ഒരു ദോശയോടെ കഴിക്കാം, കുറച്ച് ചമ്മന്തിയോട് ഒഴിക്കട്ടെ എന്ന് ചോദിച്ച് ആ പാത്രത്തിലോട്ട് കുറച്ച് ചമ്മന്തിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം മനസ്സിൽ ചിന്തിക്കും ഞാനിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചതുള്ളല്ലോ അത്രയും അപ്പം തന്നെ ഇവൾ എൻ്റെ മനസ്സറിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആദർശ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നന്ദുവിനായിട്ട് എന്തോ ഭയങ്കര വിഷമമാണെന്നാണല്ലോ പറയുന്നത്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി അന്ന് ആദർശേട്ടൻ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയല്ലോ രാവിലെ നടക്കാൻ വന്നപ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയും അതിൻ്റെ വിഷമം മാത്രമല്ല വേറെ എന്തോ കാര്യമായിട്ടുള്ള വിഷമമൊക്കെ കൊണ്ട് കേട്ടോ ആദർശേട്ടൻ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനോട് ആദർശ് ചോദിക്കുവാണ് കേട്ടോ നന്ദുവിനിപ്പം എന്തെങ്കിലും ആലോചനയൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞെട്ടിമുഖം ഉയർത്തുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.